ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 3 അമേസിംഗ് ആയിട്ടുള്ള ടിൻ ക്യാൻ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റത്തെ ടിൻ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ടിന്ന് നമുക്ക് ഗീ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും കേട്ടോ. അതൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലാന്റേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ടിന്നിൻ്റെ 2 മേളിലത്തെ ഭാഗവും അടിഭാഗവും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിതൊരു പോക്കറ്റ് ഷേപ്പിലാക്കി എടുക്കണം. നമുക്കൊരു ചുറ്റിക അതുപോലുള്ള ഹാർഡായിട്ടുള്ള ടൂൾ യൂസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടിഭാഗത്തായിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിതിൻ്റെ വക്കിൽ ഷാർപ്പായിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഒരു വുഡൻ പീസാണ്. അതിൽ ഞാൻ കോഫി കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പെയിൻ്റൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ആക്ച്വലി ഇത് പെയിൻറ്റും ഫെവിക്കോളും വെള്ളവും പിന്നെ പുട്ടി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു മാറ്റ് ഫിനിഷിലുള്ള പെയിൻ്റായിട്ട് കിട്ടും. പിന്നെ ഇതുപോലുള്ള ഒരു നീളത്തിലുള്ള വുഡൻ പീസ് എടുത്തിട്ട് നമ്മൾ 4 ഡിഫറെൻറ്റ് സൈസിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ടിൻ ക്യാൻ പെയിൻറ് ചെയ്യാം. അത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതും ആ രീതിയിൽ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിക്സാണ്, പെയിൻറ്റിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ 2 കോട്ട്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ 4 പീസസിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഒരെണ്ണത്തിലൊരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്, ഫുൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ റെഡും, പിന്നെ ഒരെണ്ണം വൈറ്റും. ഓൾറെഡി വൈറ്റ് ആയതിൻ്റെ പേരിൽ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നില്ല അതിൽ. പിന്നെ ഇത് ആ ക്യാനിൻ്റെ ലിഡാണ് കേട്ടോ. അത് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം 4 എഡ്ജും മടക്കിയിട്ട് ഹാർഡായിട്ടുള്ള ടൂൾ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം 4 സൈഡും. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള മെറ്റാലിക് ഷെയ്ഡാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ക്യാനിൻ്റെ എഡ്ജസിലായിട്ട് നമ്മൾ ഈ ഒരു കളറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പീസ് ഈ ക്യാനിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ലെറ്റേഴ്സിൻ്റെ സ്റ്റാമ്പ്സ് ഉണ്ട്, വുഡൻ സ്റ്റാമ്പ്സ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇതുപോലുള്ള ലെറ്റേഴ്സ് നമുക്ക് കുറച്ച് നല്ല ഭംഗിക്ക് ഇപ്പോൾ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഈ സ്റ്റാമ്പ് യൂസ് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇത് വാങ്ങിച്ചതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുത്താലും മതി കേട്ടോ. ഇത് ഞാൻ ഫ്ലെക്സ് കേക്ക് യൂസ് ചെയ്തിട്ട് ഈ വുഡൻ റെക്റ്റാങ്കിൾ പീസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേക ഒരു പാറ്റേണിൽ വേണം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ഇതുപോലെ. അതിനുശേഷം ഈ ടിൻ ക്യാന് ഇതിൽ ഞാനിങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് DIY ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഈ ടിൻ ക്യാൻ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാന്ററും പിന്നെ നമുക്കൊരു പെൻ ഹോൾഡറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം മാത്രം ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്, ലിഡിൻ്റെ ഭാഗം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിലാവുന്ന രീതിയിൽ. ഇനി നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ ഇരുവശത്തായിട്ടും ഒരു ഹോള് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് 2 ഹോൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇരുവശത്തായിട്ട്. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് 1 coat of white പെയിൻറ് കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്ക്വയർ ഷേപ്പ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്പേസിലെല്ലാം ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരിത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് എഗ് ഷെൽസ് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്, ഇതിങ്ങനെ തൂക്കി കൊടുക്കുക. അപ്പോൾ ആ സ്ക്വയർ ഷേപ്പ് വരച്ച ആ ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ എഗ് ഷെൽസ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിങ്ങനെ കിട്ടും. ഈ എഗ് ഷെൽസിൻ്റെ മേളിൽ ഞാൻ ഒരു കോഫി കളറാണ് കൊടുക്കുന്നത്. ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പ്, ആ ഒരു മെഷർമെൻറ്റിൽ ഞാനൊരു ജൂട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ബെൽറ്റിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഡിസൈനൊക്കെ ഉള്ള പീസാണ്, വുഡ്ലാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു ഹാൻഡിൽ എനിക്ക് ഒരു പഴയ ബക്കറ്റ്, ചെറിയൊരു ബക്കറ്റിൻ്റെ ഇതിൽ നിന്ന് ഊരിയെടുത്തതാണ്, പഴയ ബക്കറ്റിൻ്റെ. അപ്പോൾ അതിലും ഞാനിതുപോലെ ഈ ബെൽറ്റിൻ്റെ പീസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നേരത്തെ ഈ കണ്ടെയ്നറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഹോളിലൂടെ ഇത് കടത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 4 ബട്ടൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു പഴയ ഷർട്ടിൻ്റെ പീസാണിത്. ചെക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഫാം ഹൗസ് മോഡൽ നമുക്ക് ഫീൽ ചെയ്യും. അതിങ്ങനെ മേളിലായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ DIY ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻ ഹോൾഡറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാനാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാനിൻ്റെ ലിഡ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഈ ലിഡ് കളയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ എൻഡ് ഉണ്ടാകും. ആ എൻഡ് നമ്മൾ വല്ല ചുറ്റികയോ അങ്ങനെ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് അത് ഇങ്ങനെ അടിച്ചടിച്ച് ക്ലിയർ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 കോട്ട് ഓഫ് പെയിൻറ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള 2 ലോങ് ആയിട്ടുള്ള വുഡൻ പീസസ് എടുക്കുക. അതിലും ഈ പിങ്ക് ഷെയ്ഡ് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോത്താണ് വേണ്ടത്. ഇത് സാധാരണ ഒരു വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ക്ലോത്താണ് കേട്ടോ. അത് കവറാണത്. അതിൽ നിന്ന് ഞാൻ ഈ ട്രയാങ്കിൾ ഷേപ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു എന്തെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളറും ഗോൾഡൻ കളറും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ വെൽക്കം എന്ന് ഞാനിങ്ങനെ വൈറ്റ്നർ വെച്ച് എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെറ്റൽ വയറാണ്. മെറ്റൽ വയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു ത്രെഡ് എടുത്താലും മതി. അത്യാവശ്യം കട്ടിയുള്ള ത്രെഡ് എടുക്കുക, അല്ലെങ്കിൽ മെറ്റൽ വയർ എടുക്കുക. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചിരുന്നു വെച്ചാൽ ആ നീളത്തിലുള്ള വുഡൻ പീസിൽ ഏറ്റവും അറ്റത്തായിട്ട് ഓരോ ഹോൾ വീതം ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു കൊയറും ഇങ്ങനെ കടത്തി കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 പീസസ് നമ്മുടെ കണ്ടെയ്നറിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വെൽക്കം എന്നുള്ള ആ ഒരു മെറ്റൽ വയർ നമ്മൾ ഇതിലിങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മളൊരു വെല്ലിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റർ വരുന്നത്. പിന്നെ ചെറിയൊരു വുഡൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന്
മെറ്റാലിക് ഷെയ്ഡ് കൊടുത്തിട്ട് ഇതുപോലെ ഈ കണ്ടെയ്നറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തേർഡ് DIYയും റെഡി ആയി കഴിഞ്ഞു. ഇതൊരു പ്ലാന്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, ടേക്ക് കെയർ.